മുമ്പേ മഴയെങ്കിലും പെയ്യട്ടെ, മഴയെങ്കിലും പെയ്യട്ടെ, പെയ്യട്ടെ, ഓ പെയ്യട്ടെ, പെയ്യട്ടെ, ഓ പെയ്യട്ടെ. മിഴിയടയും മുമ്പേ മനവിരിയും മുമ്പേ മഴയെങ്കിലും പെയ്യട്ടെ, മഴയെങ്കിലും പെയ്യട്ടെ, പെയ്യട്ടെ, ഓ പെയ്യട്ടെ, പെയ്യട്ടെ, ഓ പെയ്യട്ടെ. മകൻ മതം മാറി കല്യാണം കഴിച്ചു, പിതാവ് ഹൃദയം പൊട്ടി മരിച്ചു. ഈ വിലനിലവാരം എന്തിനാ ഈ പാഹയന്മാർ അവസാനത്തെ പേജ് കൊടുക്കുന്നത്? അതാദ്യം തന്നെ അങ്ങോട്ട് കൊടുത്താല് മനുഷ്യന് ഇത്ര ഇടങ്ങേറാണ്ടുണ്ടോ? നിങ്ങൾ എന്തിനാ എത്ര ബേജാറാണെന്ന്? നിങ്ങൾക്ക് അവസാനത്തെ പേജ് ആദ്യം വായിച്ച പോരെ? അത് ശരിയാ, അനക്ക് ഈ ബുദ്ധി ഉള്ളോണ്ടാണല്ലോ അന്നെ തന്നെ നമ്മൾ എന്റെ കാര്യസ്ഥനാക്കിയത്. ഇത് ആരാണ്? പള്ളി കമ്മിറ്റിക്കാരാണ്. അവര് വന്ന് പള്ളി കമ്മിറ്റിയോ? പുലിവാലാണല്ലോ. ഒരു കാര്യം ചെയ്യും, ഞാനിവിടെ ഇല്ല. ഇല്ല, കാസർഗോഡ് പോയതാന്ന് പറഞ്ഞു. പോയതാണ്. അങ്ങനെ നിക്ക് 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 നിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഓലിപ്പൊ തന്നെ വരട്ടെ, അല്ലെങ്കിൽ ഓല് പിന്നെയും വരും. ഇത് ഇവിടെ തന്നെ അങ്ങോട്ട് ഒതുക്കണ നല്ലത്. ഓലോട് വരാൻ പറ്റാ. വലൈക്കും അസ്സലാം. ഇരിക്കി ഇരിക്കി. എന്തൊക്കെയാണ് പിന്നെ വിശേഷങ്ങള്? എന്ത് വിശേഷം? ഇങ്ങനെ പോണ ഒരു മട്ടത്തില് ബാണം വിട്ട പോലെ ഇങ്ങനെ പോകല്ലേ. വില ഒരു ചാക്കരിക്കൊക്കെ ഇപ്പൊ എന്താ വില? അതിന്റെ കാര്യം പറയാണ്ടിരിക്കപ്പോ നല്ലത്. പിന്നെ എന്താ നിങ്ങളെ വർത്താനൊക്കെ? ഞങ്ങൾക്ക് ഇങ്ങനെ പോകുന്നു. പിന്നെ കാണലെന്നല്ലോ ഞങ്ങള് വന്നത് മനസ്സിലായി. കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയില് പറഞ്ഞ് മദ്രസ ഉണ്ടാക്കണ പിരിവിന്റെ കാര്യത്തിനായിരിക്കും. അറിയാലോ, നമ്മളൊക്കെ പഠിച്ച മദ്രസയാ. എത്ര പഴക്കമുണ്ട് അതിന്? അതിനകത്തൊക്കെ പഴക്കണ്ടപ്പോ മദ്രസിന്. അടുത്ത കർക്കിടകത്തിന് മുന്നായിട്ട് നമുക്കത് പുതുക്കി പണിയും. അല്ലെങ്കിൽ കുട്ടികളെ തലയിൽ അത് പൊളിഞ്ഞു പോകും. അതിന് മുമ്പത്തെ പോലെ കർക്കിടകൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ഉണ്ടോ? എന്നാ ഇല്ല. ഈ മഴ സമയത്ത് കിട്ടാത്തോണ്ട് എത്ര ബുദ്ധിമുട്ടെന്ന് അറിയാം നിങ്ങൾക്ക്. കഴിഞ്ഞ വർഷം തന്നെ നമ്മളെ പുഞ്ചപ്പാടത്ത് 8 ഏക്കർ നെല്ല് 8 ഏക്കർ നെല്ല ഉണങ്ങിപ്പോയത്. എനിക്ക് പള്ളി മദ്രസ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഏടാ ബെല്ലടിക്കണൊക്കെ ആയുമോ? നമ്പർ കാണുന്നില്ല. ഹലോ, മോനാ? എനിക്കിവിടെ സുഖം തന്നെയാണ്. എനക്ക് അമേരിക്കയിൽ സുഖം തന്നെയല്ലേ?
എന്ത് അയച്ചിക്കണ എത്രയാണ് അയച്ചത്? മോന് ബിലാത്തി മദ്രസ ഉണ്ടാക്കുന്ന കാര്യം നമുക്ക് അടുത്ത വെള്ളിയാഴ്ച പറയാം. അടുത്ത വെള്ളിയാഴ്ച ഞാൻ എന്തായാലും പള്ളിയിൽ വരും. എന്നാ ശരി. എന്നാ പിന്നെ ഞങ്ങൾ പോവാന്നല്ലേ? ആ ഈ പറയും അതിന്റെ രജിസ്റ്ററൊക്കെ കഴിഞ്ഞു. അതൊരു 6 മാസം അവിടെ നിക്കട്ടെ. ഞമ്മക്കാണ്ട് മറക്കുന്നത് ഇതിപ്പോ ഒരു 16 ഏക്കർ ഉണ്ടാവും. അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. ഇനി ബേജാറാണ്. വെറുതെ പൈസ കളയണ്ട. ഇനി വെച്ചാളാ. അമ്മ ഇവിടെ ഇവിടെ ഉണ്ട്. എന്നാ വെക്കുന്നല്ലേ. ആയിക്കോട്ടെ. റബ്ബേ മനുഷ്യനെ പേടിപ്പിക്കുന്ന പരാലേജി. വലിയ കളി കുട്ടികള് കളിത്തോക്കൊണ്ട് ചൂണ്ടണിനൊക്കെ എങ്ങനെ പേടിച്ചാലോ അത്രമാനെ. അതൊക്കെ അല്ല ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ ഓരോ കളികള്. ഇത് ഏത് ലോകത്താ? കളി തോക്കുമല്ല ഈ പിലീസിന്റെ ഓരോരോ കളികള്. അല്ല ഈ ചെറുക്കൻ സ്കൂൾ മാർക്കൊന്നുമില്ലേ? ഓനിപ്പം ഇവിടെ തന്നെ പണ്ടാറടക്കിക്കണേ മനുഷ്യനടങ്ങാറാക്കാനായിട്ട്. ഓനെ സെന്റ് പോൾസ് ഇംഗ്ലീഷ് സ്കൂളിലാ പഠിക്കുന്നത്. അറിയോ? ഇന്ന് അവർക്ക് എന്തോ ഈസ്റ്ററോ ബൂസ്റ്ററോ എന്തോ അവധിയാണെന്നാ പറയുന്നത്. ഏതായാലും നല്ല പിള്ള മീനോ ആര് ശരി നമ്മളപ്പ മീൻകാരനായിക്ക. ഞമ്മള് മീൻകാരനൊന്നുമല്ല, ഞമ്മള് ബ്രോക്കറാ. ലാസ്റ്റ് ബ്രോക്കർ. വെടി വെക്കണ്ട വെടി വെക്കണ്ട. ഐസിയിലാക്കുള്ള പരിപാടി അല്ലേ? അതെ അറിയായിട്ട് ചോദിച്ചാ നിങ്ങളിപ്പോ ഞമ്മളെ നോക്കണം. നിങ്ങളെ മോനെ ഓന്റെ ഒരു ബായ് ബായ് അതിർമാനെ ഈ ഇരിക്ക്. പിന്നെന്താ ഭർത്താൻ ഈ ബൈക്ക് കാണണേ ഇല്ലല്ലോ. എന്താ ആചാര്യ അങ്ങനെ പോണ്ട്. പിന്നെ പെണ്ണിന്റെ ബ്രോക്കർ പരിപാടിയല്ല ഇപ്പൊ അങ്ങനെ പോകണ്ട ആചാര്യ. നീ ഇപ്പൊ പെണ്ണ് കെട്ടിക്കൽ പരിപാടിയൊക്കെ നിർത്തിയോ? എന്റെ കൈവര് റിയൽ ബിസ്ക്കറ്റിന്റെ പരിപാടിയാ. റിയൽ ബിസ്ക്കറ്റിന്റെ പരിപാടിയൊക്കെ നോക്കണ്ടേ നിൽക്കണ്ടേ? പിന്നെ അക്ബർ അമേരിക്കയിൽ നിപ്പാണ്ട് വിളിച്ചു വെച്ചിട്ടോ വരാനുള്ള വല്ല പരിപാടി ഉണ്ടോ? ഓനെ അടുത്ത മാസം മിക്കവാറും വരുന്ന അപ്പോത്തിന് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വേണം. ഓന്റെ കല്യാണം നമുക്കൊരു സംഭവമാക്കി കളയണം. ആക്കണേ. ഈ നാട്ടില് അങ്ങനത്തെ ഒരു കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു. ചെറിയോളെ കല്യാണത്തിന് ഇവിടെ 5000 ആൾക്കാരെ പരിപാടിയായിരുന്നല്ലോ. എന്തായിരുന്നു പുകയില്, പാടത്തും പറമ്പത്തും പന്തലും 10 പോത്തും ഗാനമേളി തലേന്ന് മൈലാഞ്ചി കല്യാണം. എന്തായിരുന്നു അതേ പോണം. ഇത് പൊടി പൊടിക്കണം. അതൊക്കെ പോട്ടെ. അതിൽ പറ്റിയ നമ്പർ വല്ലതും ഉണ്ടോ?
ആചാര്യ നമ്പറൊക്കെ ഉണ്ട്, പക്ഷെ ഒരു കാര്യമുണ്ട്. ഇതിപ്പോ ഞാൻ 6ാമത്തെ വരവാണിലേക്ക് ആദ്രമാന ഒന്നങ്ങട്ട് കുറച്ചല്ലേ 5 വരവാണി വരുന്നത്. അറിയാലോ, ഇതിനൊക്കെ ബസ്സൂലിയും വേണല്ലോ. അത് വേണം. ഈ ബേജാറായല്ല തിരുമാനെ, ഇതൊക്കെ നമ്മൾ ഒന്നായിട്ട് അങ്ങോട്ട് തരൂലേ. ഓൻ അമേരിക്കയിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് വന്നോട്ടെ. അതാട്ടെ. ഏതാ പുതിയ നമ്പർ ഏതാണുള്ളത് പറയും. നമ്പറുണ്ട്, ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ. നമ്പർ ഒന്നൊരു വിശാലാക്ക, നമ്പറിന്റെ ഹെഡ് ഓഫീസല്ലേ നമ്മൾ. നമ്മളെ നിലക്കും പറ്റിയ പറഞ്ഞോട്ടോ അത്രമാനെ. ഒക്കെ ഞമ്മക്കറിയില്ലേ. അന്നൊന്നും പഴയമാരി വിളിക്കൂല. ആയതൊന്നുമല്ല കേട്ടോ, ആയനത്രൊന്നും ആയിട്ടൊന്നുമില്ല. എന്തോ ഒരു മൂടല. ഏതാ ചേക്കുട്ടാക്ക, ഒരു നമ്പറുണ്ട്. അസല് തറവാട്ടുകാരാ, കാണാൻ പറ്റിയ കുട്ടിയാ. ഞമ്മളെ ഈ പൊരന്റെ ഒക്കെ പ്ലാന് വരക്കണേ എഞ്ചിനീയറിംഗ് ഭാഗമാണ്. എഞ്ചിനീയറോ? പറ്റും. 10ാം ക്ലാസ് വരെ ഏതോ ബനാത്ത് കോളേജ് അതും പഠിച്ചു. എന്താ പറ്റുമോ? പറ്റായൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, ഇംഗ്ലീഷ് പഠിപ്പ് നല്ലോണം വേണം. അത് വേണം. കാണാൻ നല്ല വെളുപ്പുണ്ടായിക്കോട്ടെ. ഓൻ അമേരിക്കനാണെന്ന് എനിക്ക് അറിയാലോ. ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കാനാ ആ റോഡ് സൈഡിലുള്ള കണ്ണായ 4 പറമ്പ് ഞാൻ 8 ഏക്കർ അത് ഞാൻ വിറ്റത്. അറിയോ, ഓൻ അമേരിക്കയിൽ പറ പറക്കല്ലേ. ഈ വിവരങ്ങളൊക്കെ ഓളെ വീട്ടുകാരോട് പറഞ്ഞിക്കണേ. പറഞ്ഞിക്കണോ? അതും പറഞ്ഞിക്കണു, അതിലപ്പുറം പറഞ്ഞിക്കണു. ഇതൊക്കെ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചേ വല്ല കാര്യമുണ്ടോ കാക്ക? അല്ല പിന്നെ ആട്ടെ, എത്ര പറഞ്ഞത്? ഒരു 18, 19, 18, 19, 20ന്റെ ചോടായിട്ട് വരും. 20ഓ? 20ന്റെ താഴെ. എന്നാലെന്താ കണ്ട വയസ്സ് തോന്നിക്കൂലെന്ന്. വയസ്സിന്റെ കാര്യം അല്ല പോത്തെ ഞാൻ ചോദിച്ചു. മനസ്സിലായി. അയ്യോ, വല്ലാതെ പറയണ്ട ചേക്കുട്ടാക്ക, അതൊക്കെ മട്ടത്തിലുണ്ട്. ഒരു റൗണ്ടായിട്ട് ഒക്കും. ഓൽക്ക് പിന്നെ വേറെന്തൊക്കെ സ്വത്തുണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ച്. ഓൽക്ക് വേറെ എന്തൊക്കെ സ്വത്താളേ? ഈ ആ വിവരമൊക്കെ ഒന്നും പറയും. നമുക്ക് ചായ കുടിക്കാം. അയമോ ഓളാ റിയാലിറ്റി പരിപാടി കണ്ടിരിക്കാം. ഓ കുന്ത്രാണ്ടാണ്ട് ഓഫാക്കിട്ട് ചായയും പലരും എടുക്കാൻ പറഞ്ഞ എടുക്കാലോ. ആട്ടെ, എന്തൊക്കെ സ്വത്താ ഓൽക്കുള്ളത്? എയർപോർട്ടിന്റെ അടുത്ത് എന്തോന്ന് പറഞ്ഞല്ലോ. ഞമ്മളെ കുണ്ടോട്ടി വിമാനത്താവളത്തിന്റെ അടുത്ത് കണ്ണായ ആ സ്ഥലത്ത് ആ കാണുന്ന 4 നില ബിൽഡിങ് ആരുതാണ് വിചാരം? അത് പിടി. അപ്പോ സ്വത്തിന്റെ കാര്യത്തില് ഇതൊക്കെ ഞമ്മക്കറിയില്ല ആചാര്യ. എന്തായാലും ആരാത് ഹാലാക്ക്? ആരാ വന്ന് നോക്കിയാ? ഞാനിവിടെ ഇല്ലേ? ആരാ നോക്കിയാ? എഡങ്ങേറോരോ ഇത് പറയും. ഞമ്മളെ കോഴിക്കോട്ടങ്ങാടിയിൽ ആ സൂപ്പർ ഫാസ്റ്റ് ഹോസ്പിറ്റല്. അത് പുറത്തുനിന്ന് ആരുമില്ലെന്ന് ഞാൻ കരിവാകല്ലത്. ഒരു പണിയെടുക്കാൻ മനുഷ്യന് സംഭവിക്കും. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. ആരത് കരീമാക്കെ? എന്താ കരീമാക്ക? സുഖം തന്നെ കുട്ടിയെ. എന്താ കാരണവരെ കാണാനൊന്നും വരില്ലേ? 1 മാസം മുമ്പ് വന്നു പോയതേ ഉള്ളൂ. ഇപ്പോ ഒരു ഹൈറായ കാര്യം പറയാനാ വന്നത്. ഇക്കാക്ക,
ആയിഷാന്റെ ഇസ്ലാമിയ കോളേജിലെ പരീക്ഷ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞ ആ സംഗതി അടുത്ത് വരുന്നുണ്ട്. നല്ല ദീനുള്ള പയ്യനാ. പിന്നെ സ്ത്രീധനൊന്നും വേണ്ട, ഞമ്മക്ക് പറ്റും. സ്ത്രീധനം വേണ്ടെന്നോ? ഈ സ്ത്രീധനം വേണ്ടെന്ന് പറയുമ്പോ ശ്രദ്ധിക്കണം, എന്തെങ്കിലും ഒരു കൽപ്പനയുണ്ടാവും. ഇപ്പതാ ഇതുപോലത്തെ ഒരു 3-4 കേസ് ഇതിലുണ്ട്, ഞമ്മളെടുത്തുണ്ട്. ഞാൻ അതിന്റെ പിന്നാലൊന്നും വല്ലാതെ പോകലില്ല. പോയിട്ട് കാര്യമില്ല, മെനക്കെട്ടിട്ട് ഒരു കാര്യം വേണ്ടേ? ഓല വിഷയത്തില് ദീന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞമ്മക്ക് ദുനിയാവുണ്ടല്ലോ. ഏത് അതന്നെ വിത്തൗട്ട് എന്തെങ്കിലും ഒരു പെണ്ണാണ് കൊണ്ടായ മൊജ്ജി അല്ലെങ്കിൽ എനിക്ക് അന്തർമാനെ, അതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ വിഷയത്തിൽ നമ്മളത്ര ബുദ്ധിമുട്ടിക്കാത്തത്. പിന്നെ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഇത് നമ്മളെ പള്ളിയിലെ മൗലവി ശരിയാക്കി തന്നതാ. ആയിഷാനെ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ഇറക്കണം. കൊറേ സഹിച്ച പെണ്ണ. അതിന്റെ വഴിക്കാണ് നടന്നോളൂ. ഞങ്ങൾ കാര്യമായ സംസാരത്തിലാണ്. ജി ഇപ്പൊ പോയിക്കോ. ഈ വിഷയം നമുക്ക് അടുത്ത ആഴ്ച സംസാരിക്കാം. ഞാൻ വീട്ടിലേക്ക് വരാം. ഇപ്പൊ ചെല്ല് കേട്ടോ. എന്നാ ശരി, ഞാൻ ഇറങ്ങാം. അസ്സലാമു അലൈക്കും. അയമോ കേട്ടോ. അതിർമാനെ, അപ്പൊ ഞമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? നിങ്ങളെ മോൻ കെട്ടാൻ പോണ പുതിയ നിന്റെ വീട്ടുകാരെ സ്വത്തിന്റെ കാര്യം അതന്നെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആചാര്യ, ഇതൊക്കെ ഇപ്പൊ ആ മട്ടത്തിലുള്ള ഇതിനെ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവരുള്ളൂ. പാലക്കാട്ട് അങ്ങാടിയിലെ കഥ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്. ഒരു കാര്യം പറഞ്ഞ അടിച്ചു നിങ്ങളെ ഫോണ് ഹലാക്ക്. നമ്മളെ മോളെ വീട്ടിലെ നമ്പറാണല്ലോ. കട്ടായി എന്നാ തോന്നണത്. ഹലാക്ക്. ഇത് പറയും, സ്വത്തിന്റെ വിവരം പറയും. പറഞ്ഞില്ലേ, കുണ്ടോട്ടി പറഞ്ഞു നേരത്തെ, കോഴിക്കോട്ട് അങ്ങാടി. ഹലാക്ക് പിന്നെയും കട്ടായല്ലോ. എവിടുന്നത്? മോളെ വീട്ടിലെ നമ്പർ എന്നാ ഒന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കി നിങ്ങളെ. എന്തെങ്കിലും പോലെ അടിയന്തര കാര്യം പറയാണ്ടെങ്കിൽ. അടിയന്തരം എന്താ ഉണ്ടെങ്കിൽ ഓൽ ഇങ്ങോട്ട് വിളിച്ചോളൂ. വിളിക്കൂ. പിന്നെ അല്ല, മോളും മരുവനും നേരകത്തിൽ തന്നെ അല്ലേ? ഇടക്കിടക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും അല്ലേ? അതും ശരിയാണ്. കാരണം മോൾക്ക് ഇപ്പൊ അവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വേണ്ടി വരുമല്ലോ. ഹലോ, മോളാ? അല്ല, മോളെ കെട്ടിയോൻ. എന്താ ഇപ്പൊ പറ്റിയേ? കുന്തം. ഇനിയും എന്നെ കൊണ്ടാവില്ല. ഈ വിവരമില്ലാത്ത കഴുതനാണല്ലോ എന്റെ കഴുത്തിൽ കെട്ടിവെച്ചത്. ഇനിയും പൈസ തന്നെ എന്റെ ആണത്തെ വിലക്ക് വാങ്ങാമെന്ന് നോക്കണ്ട. ദീനും ദുനിയാവും ഇല്ലാത്ത ഈ ആസത്തിന് ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് കൊണ്ടുവിടാം. നെറികെട്ട താന്തയും മോളും. ബാക്കി നേരിൽ പറയാം. ഹലോ ഹലോ, റബ്ബേ, അയ്മോ, ഈ അമേരിക്കയിലെ അക്ബറിന്റെ നമ്പറിലൊന്ന് വിളിച്ച. ഹലോ ഹലോ, അക്ബറല്ല, അസ. ഒന്ന് നോക്കി ഞെക്ക് ഹംക്കെ. കാര്യം പറഞ്ഞാല് മനസ്സിന് ബേജാറായി നിൽക്കുക. ഹലോ, അക്ബറല്ല, അസ്സലാമു അലൈക്കും.
ആയമക്കാണ്. ആ അനക്ക് അമേരിക്കയിൽ സ്വന്തം തന്നെയല്ലേ? എന്ത് വരുന്നോ എപ്പാ? ആ ഈ വരുമ്പോ എനിക്കൊരു ചോന്ന ടോർച്ച് കൊണ്ടുവരണോ? എന്റെ ഒലക്ക മേലെ ഒരു ടോർച്ച്. ഹലോ, ഏതോടി പെണ്ണെ? എന്ത്? എക്സ്ക്യൂസ് മീ, ഇതെന്താ നോക്കിയാ? ഹലോ, വീണ്ടും എക്സ്ക്യൂസ് മീ. അത് നിങ്ങൾ എന്താ നോക്ക്. ഹലോ അക്ബറെ, എന്ത് സുഖം തന്നെയല്ലേ? ഏതാണ് പെണ്ണ് എന്റെ കൂടെ? എന്ത്? എന്താ എന്റെ മോൻ പറയുന്നേ? ചതിച്ചല്ലോ മക്കള്. പറ്റാന് ഒന്നും ബാക്കിയില്ല. നടക്കേണ്ടതൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്രോക്കർ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അദ്രമാനെ, ഇനി പോയിക്കോ. വെള്ളം വേണം. എന്റെ മക്കൾക്ക് പറ്റിയത് പറഞ്ഞോ. നിങ്ങൾ ഉമ്മന്റെ കരച്ചിലാണല്ലോ കേൾക്കുന്നേ. ഓൻ പറഞ്ഞ മാതിരി ചെയ്തല്ലോ റബ്ബേ. അത്ത് പോയിക്കോളി, മോളത്ത് പോയിക്കോ. നമുക്ക് ഈ സീഡ് ഇടാം. അല്ലല്ല, നമുക്ക് ഈ സീഡ് ഇടാം. അല്ലല്ല, ഇതെന്നെ മതി, ഇതെന്നെ മതി. وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين. ഇന്ന് നിങ്ങളങ്ങ് വേറെ മാറി നിൽക്കുവിൻ. അല്ലയോ ആദം സന്തതികളെ, ഞാൻ നിങ്ങളെ ഉപദേശിച്ചിരുന്നില്ലയോ ചെകുത്താന് വഴിപ്പെട്ടു പോകരുത്, അവൻ നിങ്ങളുടെ തുറന്ന ശത്രുവാണെന്ന്, എനിക്ക് മാത്രമേ വഴിപ്പെടാവൂ, അതാണ് നേർവഴിയെന്നും. പക്ഷേ എന്നിട്ടും നിങ്ങളിൽ വലിയൊരു വിഭാഗത്തെ അവൻ വഴിതെറ്റിച്ചു കളഞ്ഞു. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടായിരുന്നില്ലേ? ഇതാ നാം നിങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ നരകം നിങ്ങൾ ഇഹലോകത്ത് അനുവർത്തിച്ച സത്യനിഷേധത്തിന്റെ ഫലമായി ഇനി അതിൽ വിറകായിക്കൊള്ളുക, വിറകായിക്കൊള്ളുക, വിറകായിക്കൊള്ളുക. വിഴിയടയും മുമ്പേ മനമെരിയും മുമ്പേ മഴയെങ്കിലും പെയ്യട്ടെ, മഴയെങ്കിലും പെയ്യട്ടെ, പെയ്യട്ടെ, ഓ പെയ്യട്ടെ, പെയ്യട്ടെ, ഓ പെയ്യട്ടെ.
മിഴിയടയും മുമ്പേ മനവിരിയും മുമ്പേ മഴയെങ്കിലും പെയ്യട്ടെ മഴയെങ്കിലും പെയ്യട്ടെ പെയ്യട്ടെ ഓ പെയ്യട്ടെ പെയ്യട്ടെ ഓ പെയ്യട്ടെ വെറുതെയല്ലൊരു കൊച്ചു തുമ്പി പോലും ചിറകനക്കുന്നതു മണ്ണേ വെറുതെയല്ലൊരു കൊച്ചു തുമ്പി പോലും ചിറകനക്കുന്നതു മണ്ണേ വെറുതെയല്ലിടിനാദമായി കാറ്റായി വിറകൊള്ളിപ്പതു നിന്നെ കാലം വിറകൊള്ളിപ്പതു നിന്നെ നിറങ്ങളിൽ സപ്തസ്വരങ്ങളിൽ നിന്റെ കണ്ണും കാതും തേടും നിന്നെ തന്നെ നിന്നെ തന്നെ മിഴിയടയും മുമ്പേ മനമെരിയും മുമ്പേ മഴയെങ്കിലും പെയ്യട്ടെ മഴയെങ്കിലും പെയ്യട്ടെ പെയ്യട്ടെ ഓ പെയ്യട്ടെ പെയ്യട്ടെ ഓ പെയ്യട്ടെ പുഴയുമൊടുങ്ങാത്ത ദാഹമോടെ വഴിമറന്നെവിടെയോ തങ്ങി പുഴയുമൊടുങ്ങാത്ത ദാഹമോടെ വഴിമറന്നെവിടെയോ തങ്ങി നിഴലുകൾ പഠിച്ചാരവേ രൂപം നിറകണ്ണോടെ മടങ്ങി എന്നും നിറകണ്ണോടെ മടങ്ങി മനോജ്ഞമാ ഏതോ കിനാവുമായി മണ്ണും